വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിന്റെയും ഓരോ ഷോപ്പിൽ ഓരോരോ സൈസസ് ഒക്കെ ഉള്ളത് ഞാനിപ്പോ വീണ്ടും കാണിച്ചു തരാം. ഓഫർ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുമ്പോൾ സൈസ് ഓരോ ഫോട്ടോ ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ഓരോന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതേപോലെ ഇപ്പൊ ഇതൊരു ഷർട്ട് കോളർ പാറ്റേൺ. ഇതെല്ലാം നല്ല ഫാബ്രിക്കും എന്താ പറയാ, നമ്മൾ അത്രയും ഒരു ഡിസൈനർ മെറ്റീരിയൽ ആയിട്ട് അതുപോലെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാവും 3 ലെയർ ലേസ് ഒക്കെ വെച്ചിട്ട് സ്ലീവോട് കൂടിയിട്ട് ലൈനിങ് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ കണ്ടോ, സ്ലീവ് ലൈനിങ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഓർഗൻസ ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ ഒരു കളർ. ഇതെല്ലാം ചിലത് 999 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ റേറ്റ് അങ്ങനെയല്ല. 999 തുടങ്ങിയിട്ട് ഒരു 1350. ഇപ്പൊ ഇതൊക്കെ നമ്മൾ സ്ലീവ് ലൈനിങ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് വരും. ഓക്കെ, അത് തന്നെ ഓർഗൻസ ഫാബ്രിക് തന്നെ ഇതുപോലെ പീച്ച് കളറിലോട്ട് ഷർട്ട് കോളർ പാറ്റേണിൽ വിത്ത് സ്ലീവ്. ഇതിന് സ്ലീവ് ലൈനിങ് ഇല്ല കേട്ടോ. അപ്പം ഇത് പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഫാബ്രിക് ഇതുപോലെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ചോദിക്കുന്നവർക്ക് സൈസ് മാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നല്ല ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ഒരു ഡബിൾ ഷെയ്ഡ് വന്നിട്ട് ഓക്കെ. ഇത് പിന്നെ ഇത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ്. അത്രയും നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതെല്ലാം ഷർട്ട് കോളർ പാറ്റേണിലേക്ക് ഇത് വന്നേക്കുന്നത്. നല്ല എന്താ പറയുക, ജോർജറ്റിലോട്ട് ഹക്കോബയുടെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതേപോലെ ഉണ്ട്. ഇതുപോലെ ഷർട്ട് കോളർ പാറ്റേൺ ഇതൊന്ന്. പിന്നെ ഇതൊക്കെ നമുക്ക് 750 റേഞ്ചിലേക്കാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പാറ്റേൺ ഇതേപോലെ 750 ബോട്ടിനൊക്കെ വന്നിട്ട് എൻഡിലോട്ട് ഇതേപോലെ ഈ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നല്ല ഗ്ലാസി ഓർഗൻസ, അത്രയും സ്മൂത്ത് ഫാബ്രിക് ആണ് കണ്ടോ. ഓർഗൻസ എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഷൈനിങ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന് യോക്കിലോട്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ വന്നിട്ട് ഇതേപോലെ ഇത് ടിഷ്യൂ സിൽക്കിലാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് പീസും കൂടെ ഉള്ളത് കൊണ്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിലോട്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ. ഇതുപോലെ നെക്കിലോട്ട് ഒരു ഹാൻഡ് വർക്ക് ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫോയിൽ മിറേഴ്സിന്റെ ഓൾ ഓവർ ആ മെറ്റീരിയലിൽ തന്നെയുണ്ട്. അത് തന്നെ നല്ല റെഡ് ഈ ഒരു കളറിലോട്ട് സൂപ്പർ കളറാണ്. ടിഷ്യൂ സിൽക്കാണ്, എല്ലാവർക്കും അറിയാം ടിഷ്യൂ സിൽക്കിന് കോസ്റ്റ് എത്രയാണ് വരുന്നതെന്ന്. ഇതേപോലെയാണ് ആ ഫാബ്രിക് വരുന്നത്. നല്ല ഡബിൾ ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ കണ്ടോ. ഇതിന്റെ പൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്, റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നമ്മള്. പിന്നെ ഇതുപോലെ ക്രേപ്പ് സിൽക്കാണ് കേട്ടോ ഇതും ഫാബ്രിക് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പർ ലാവൻഡർ കളർ കേട്ടോ. നല്ലൊരു പ്ലസന്റ് കളറാണിത്. യോക്കിലോട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ്. പിന്നെ വന്നിട്ട് ഇതേപോലെ ഇത് നല്ലൊരു എന്താ പറയാ, നല്ല ഒരു ഫാബ്രിക് നല്ലൊരു സ്മൂത്ത് ആണ്. ഓർഗൻസി അല്ല, ഒരു സിൽക്കി ലൈക്ക് ഫാബ്രിക് ആണ്. ഇതിന്റെ യോക്കിലോട്ട് നമ്മൾ ഇതേപോലെ ഒരു പിങ്ക് കളർ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒരു ലാവൻഡർ ഷെയ്ഡ് ഇതേപോലെ വന്നിട്ട് നല്ല നേരത്തെ കാണിച്ച ഓർഗൻസയുടെ തന്നെ ഒരു കളറാണ് കേട്ടോ ഈ വന്നേക്കുന്നത്. ഇത് പിന്നെ നമുക്ക് ക്രിസ്മസ് തീമിനായിട്ട് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നല്ലൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഫാബ്രിക്. എ ലൈൻ ആണ്, ട്രാൻസ്പെറന്റ് ആയിട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് ജോർജറ്റിലോട്ട് ഇതേപോലെ. ഓക്കെ, ഈ ഒരു ഫാബ്രിക്. പിന്നെ ഇത് ഞാൻ കാണാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. കണ്ടോ, ഒരു നല്ലൊരു യെല്ലോ കളറ്. ഇതിന്റെ ആ ഒരു സ്ലീവ് കാണുമ്പോഴേ കണ്ടോ, ആ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഉണ്ടാവും. ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് നല്ല ഫുള്ളി ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഒരു പീസാണ് കേട്ടോ. ഇത് കണ്ടോ, ഓൾ ഓവർ ആ ഫാബ്രിക്കിലോട്ടും ഒരു വർക്ക് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഫാബ്രിക്കിലും ഓൾ ഓവർ സീക്വൻസും ലൈൻസും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഇതൊരു ഫാബ്രിക്. പിന്നെ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഇതേപോലെ നല്ലൊരു എന്താ പറയാ, ജോർജറ്റില് ഇതേപോലെ നമ്മൾ ഈ എൻഡിലോട്ട് ഒരു ലേസ് കൊടുത്തോണ്ട് തന്നെ നമ്മൾ അതിന്റെ നെക്കിലൊന്നും കൊടുത്തിട്ടില്ല, സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. സിംപ്ലി നമുക്ക് വെയർ ചെയ്യാലോ, ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കണ്ടോ. പിന്നെ ഇത് തന്നെ നേരത്തെ കാണിച്ചൊരു ഫാബ്രിക് തന്നെ അത്രയും നല്ല കോസ്റ്റ് വരുന്നൊരു മെറ്റീരിയലാണ് നമ്മൾ ഇതിന്റെ യോക്കിലോട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരു ഹാൻഡ് വർക്കിന് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ യോക്ക് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലൊരു സിൽക്കി, ഒരു എന്താ പറയാ, സെമി സിൽക്ക് ജോർജറ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ജോർജറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതുണ്ടാവും ലൈറ്റ് പിങ്ക് കളറ്. പിന്നെ ഇതും ഒരു ടിഷ്യൂ സിൽക്ക് ലൈക്ക് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ 3 പാറ്റേൺ ഉണ്ട്. ഒന്ന് ഷർട്ട് കോളർ, നല്ലൊരു ഓണിയൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഒന്ന് ഈ ഒരു ഷർട്ട് കോളർ. പിന്നെ വന്നിട്ട് ഇതേപോലെ ഹാഫ് കോളർ വിത്ത് വീനക്ക് സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ കണ്ടോ. പിന്നെ ഈ ഒരു പാറ്റേൺ. പിന്നെ വന്നിട്ട് നോർമൽ വീനെക്കാണ്. ഇതേപോലെ നോർമൽ വീനെക്ക് വിത്ത് സോഫ്റ്റ് ബോൾസ്. പിന്നെ ഇതിന്റെ തന്നെ വേറൊരു കളർ. ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ഇതിനുള്ള. ഇതിന്റെ തന്നെ അടുത്തൊരു കളറാണിത്
കണ്ടോ, ഇതാണ് ഇതിന്റെ കളർ. സെൻട്രൽ സ്ലിറ്റ് ഉണ്ട്. ഇതേപോലെ നല്ലൊരു ഫാബ്രിക് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് ഷർട്ട് കോളർ, വി കോളർ, വി നെക്ക്, പിന്നെ ഇത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടോ. ജോർജറ്റിലും മറ്റേ കോട്ടൺ അല്ലാത്ത ഫാബ്രിക്കിൽ നേരത്തെ കാണിച്ചതിന് തന്നെ 1-2 എണ്ണം കൂടി ഉണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ കാണിച്ചതിന് തന്നെ പീച്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്ത് സൂപ്പറാണിത്. ഇതുപോലെ വി നെക്ക് വന്നിട്ട് ഇതിന്റെ എൻഡിലും 3 ലെയർ ക്രോഷ്യോ ലേസ് ഒക്കെ വെച്ചിട്ട് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. സ്ലീവ് വിത്ത് ലൈനിങ്, ഡബിൾ ലെയർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.